ഹലോ എവ്രിവൺ, എല്ലാവർക്കും PSC MCQ സോണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കേരള PSC PYQ ഡിസ്കഷൻ്റെ 4ാമത്തെ ക്ലാസ് ആണ്. കേരള ഹിസ്റ്ററിയിലെ നാഷണൽ മൂവ്മെന്റ് ഇൻ കേരള. ഇതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ള മുൻ ചോദ്യ പേപ്പറുകളിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ഓരോ സ്ലൈഡ്സിൽ ഓരോ ക്വസ്റ്റ്യൻസ് കാണിക്കുന്നതായിരിക്കും. നിങ്ങൾ ടൈം എടുത്ത് വീഡിയോ പോസ് ചെയ്ത് നിർത്തി ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. അതിനുശേഷം മാത്രം ആൻസർ കൊടുത്തിട്ടുള്ള സ്ലൈഡിലേക്ക് മൂവ് ചെയ്യുക. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാം. നിവർത്തന പ്രക്ഷോഭത്തിന്റെ പ്രാഥമിക ലക്ഷ്യം എന്തായിരുന്നു? ഓപ്ഷൻ എ ഭൂപരിഷ്കരണം, ഓപ്ഷൻ ബി നിയമനിർമ്മാണ സഭയിലെ പ്രാതിനിധ്യം, ഓപ്ഷൻ സി ക്ഷേത്രപ്രവേശനം, ഓപ്ഷൻ ഡി വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ. വീഡിയോ പോസ് ചെയ്ത് വെച്ച് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ആൻസർ നോക്കാം. ആൻസർ ഓപ്ഷൻ ബി നിയമനിർമ്മാണ സഭയിലെ പ്രാതിനിധ്യമാണ്. 1932 ചിത്തിര തിരുനാൾ മഹാരാജാവിന്റെ ദിവാനായിരുന്ന CP രാമസ്വാമി അയ്യർ കുറച്ച് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതിനോടുള്ള എതിർപ്പാണ് പ്രക്ഷോഭമായിട്ട് രൂപാന്തരപ്പെടുന്നത്. അപ്പം ഈ പ്രക്ഷോഭം നയിച്ചവരുടെ പ്രധാന ലക്ഷ്യം ഈഴവർക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും നിയമസഭയിൽ ജനസംഖ്യാനുപാതികമായി പ്രാതിനിധ്യം വേണം, അതുപോലെ തന്നെ ഇവർക്ക് വോട്ടവകാശം വേണമെന്നും ആവശ്യപ്പെട്ടു. ഈ പ്രക്ഷോഭം നയിച്ചത് NV ജോസഫ്, C കേശവൻ തുടങ്ങിയവരാണ്. ഇതിന്റെ റിസൾട്ടായിട്ടാണ് ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചുവടെ തന്നിട്ടുള്ളവയിൽ C കേശവനുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവം ഏത്? ഓപ്ഷൻ എ കീഴാരിയൂർ ബോംബ് കേസ്, ഓപ്ഷൻ ബി മലബാർ കലാപം, ഓപ്ഷൻ സി കയ്യൂർ സമരം, ഓപ്ഷൻ ഡി കോഴഞ്ചേരി പ്രസംഗം. ആൻസർ ചെയ്യാൻ നോക്കുക. C കേശവനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്ര സംഭവം ഏതാണ്? ആൻസറിലേക്ക് പോകാം. ആൻസർ ഓപ്ഷൻ ഡി കോഴഞ്ചേരി പ്രസംഗമാണ്. കോഴഞ്ചേരി പ്രസംഗം അദ്ദേഹം നടത്തിയ വർഷം 1935 മെയ് 11. കോഴഞ്ചേരി പ്രസംഗം നടന്ന സഭയുടെ അധ്യക്ഷനായിരുന്നത് ബാരിസ്റ്റർ ജോർജ് ജോസഫ് ആണ്. എന്തായിരുന്നു പ്രസംഗം കൊണ്ട് ഉദ്ദേശിച്ചത്? ഈഴവ ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങളുടെ നേർക്കുള്ള ഗവൺമെന്റിന്റെ നയത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് യോഗത്തിലൂടെ അവർ ഉദ്ദേശിച്ചിരുന്നത്. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് കോഴഞ്ചേരി പ്രസംഗം അരങ്ങേറുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 1921 ആദ്യത്തെ അഖില കേരള പ്രൊവിൻഷ്യൽ സമ്മേളനം നടന്നത് എവിടെയാണ്? ഓപ്ഷൻ എ മഞ്ചേരി, ഓപ്ഷൻ ബി ഒറ്റപ്പാലം, ഓപ്ഷൻ സി പയ്യന്നൂർ, ഓപ്ഷൻ ഡി പാലക്കാട്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 1921 ആദ്യത്തെ അഖില കേരള പ്രൊവിൻഷ്യൽ സമ്മേളനം നടന്നത്, ഓൾ കേരള പ്രൊവിൻഷ്യൽ കോൺഫറൻസ് നടന്നത് എവിടെയാണ്? ഉത്തരത്തിലേക്ക് പോകാം. ഉത്തരം ഓപ്ഷൻ ബി ഒറ്റപ്പാലമാണ്. ഇതിന്റെ അധ്യക്ഷനായിരുന്നത് T പ്രകാശമാണ്. അദ്ദേഹം ആന്ധ്ര കേസരി എന്ന് അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഈ യോഗം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി, അതായത് KPCCയുടെ ആദ്യ മീറ്റിംഗ് ആയിരുന്നു. എന്തൊക്കെയാണ് ഇവർ ഇതിലൂടെ ചെയ്തത്? 1. നിസ്സഹകരണ പ്രസ്ഥാനത്തിനും അതുപോലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിനും പിന്തുണ പ്രഖ്യാപിച്ചു. 2. മലയാളം സംസാരിക്കുന്ന എല്ലാ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി പ്രത്യേകമായിട്ട് കേരള സംസ്ഥാനം രൂപീകരിക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചു. 3. വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കാനും അതുപോലെ തദ്ദേശ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനും ആളുകളോട് ആഹ്വാനം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം കേരളത്തിന്റെ നാഷണൽ മൂവ്മെന്റ് ചരിത്രത്തിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമ്മേളനമാണ് 1921 നടന്നത്. ഇനി ഒരു 2-3 സമ്മേളനങ്ങളും കൂടി ഉണ്ട്, അതും കൂടെ പഠിക്കണം. നമുക്ക് വഴിയെ കാണാം. അടുത്ത ചോദ്യം. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവം ഏതായിരുന്നു? ഒരിക്കൽ കൂടി വായിക്കാം. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവം ഏതായിരുന്നു? ഓപ്ഷൻ എ വാഗൺ ട്രാജഡി, ഓപ്ഷൻ ബി സവർണ ജാഥ, ഓപ്ഷൻ സി കീഴരിയൂർ ബോംബ് കേസ്, ഓപ്ഷൻ ഡി പട്ടിണി ജാഥ. ആലോചിക്കുക. ആൻസറിലേക്ക് പോയാലോ? ആൻസർ ഓപ്ഷൻ സി കീഴരിയൂർ ബോംബ് കേസാണ്. 1942 നവംബർ 17 ഇത് നടക്കുന്നത്. ഇതിൽ നമ്മൾ അറിയേണ്ട ബോംബെ 5 എന്നറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതാണ് ഡോക്ടർ KB മേനോൻ, NA കൃഷ്ണൻ നായർ, PA കേശവൻ നായർ, CP ശങ്കരൻ നായർ, മത്തായി മാഞ്ഞൂരൻ. ഇവരുടെ ഒരു ഗ്രൂപ്പാണ് ഇതിന് പിന്നിലുള്ളത്, ഈ 5 പേരുടെ.
എന്താന്ന് വെച്ചാൽ അഖിലേന്ത്യാ പൗരസ്വാതന്ത്ര്യ സംഘത്തിന്റെ സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ കെ.ബി. മേനോൻ സഹപ്രവർത്തകർ, അതായത് ഇവരുടെ ബോംബെ 5, ഓക്കെ, ഇവരുടെ സഹായത്തോടെ കീഴാരിയൂർ കേന്ദ്രീകരിച്ച് ഗൂഢാലോചന നടത്തി അട്ടിമറി ശ്രമങ്ങൾ നടത്തുന്നു എന്നായിരുന്നു കേസ്. ഓക്കെ, ഇതാണ് കേസാണ്, അല്ലാതെ ബോംബെ 5 ഇവരൊക്കെയാണ് ബോംബെ 5. അപ്പൊ ഇവരാണ് ഇതിനകത്തെ മെയിൻ കക്ഷി. ഡോക്ടർ കെ.ബി. മേനോനാണ്. ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ അനുയായികളും കൂടി ഗവൺമെന്റിനെതിരെ ഗൂഢാലോചന നടത്തി അട്ടിമറി ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളതായിരുന്നു കേസ്. ഇതിനായി ആളപായമില്ലാതെ മലബാറിന്റെ വിവിധ മേഖലകളിൽ ബോംബ് സ്ഫോടനം, പാലം തകർക്കൽ, അതുപോലെ റെയിൽവേ സ്റ്റേഷനുകൾക്ക് തീയിടൽ, ഇങ്ങനെ പല പ്രവർത്തനങ്ങളും നടന്നു. വർഷം ഒന്ന് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ഇതിനകത്തുനിന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇരുമ്പഴിക്കുള്ളിൽ എന്നത് ആരുടെ ആത്മകഥയാണ്? വി.എ. കേശവൻ നായർ. ബോംബെ 5 ഉൾപ്പെട്ട വി.എ. കേശവൻ നായരുടെ ഓട്ടോബയോഗ്രഫിയാണ് ഇരുമ്പഴിക്കുള്ളിൽ. അതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Who was the main leader of Kirariyur bomb case which was associated with Quit India movement in Malabar? ഡോക്ടർ കെ.ബി. മേനോൻ, കെ. കേളപ്പൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ, കെ. കുമാർ. നമ്മളിപ്പോൾ നോക്കിയതേ ഉള്ളൂ. കീഴാരിയൂർ ബോംബ് കേസിന്റെ മെയിൻ ലീഡർ ആരായിരുന്നു എന്നുള്ളതാണ്. ആൻസർ നിങ്ങൾക്ക് അറിയായിരിക്കും. ഡോക്ടർ കെ.ബി. മേനോനാണ്. അദ്ദേഹമാണ് കീഴാരിയൂർ ബോംബ് കേസിന്റെ മെയിൻ ലീഡർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഹൂ ലെഡ് ദി ആന്റി കൊളോണിയൽ ട്രൈബൽ റിവോൾട്ട് ഓഫ് 1812 ഇൻ ദ ജംഗിൾസ് ഓഫ് വയനാട്? വയനാട് കാടുകളിൽ നടന്ന ആന്റി കൊളോണിയൽ ട്രൈബൽ റിവോൾട്ട് 1812 നടന്നത് ആരാണ് നയിച്ചത്? ഓപ്ഷൻ എ രാമൻ നമ്പി, ഓപ്ഷൻ ബി തലക്കൽ ചന്തു, ഓപ്ഷൻ സി പഴശ്ശിരാജ, ഡി എടച്ചേന കുങ്കൻ. ഇവര് എല്ലാവരും ട്രൈബൽ ലീഡേഴ്സ് ആണ്. അപ്പം ഇവരിൽ ആരാണ്? കുറിച്യ റിവോൾട്ടിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഓക്കെ, വയനാട് നടന്ന കുറിച്യ റിവോൾട്ടിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇതിന്റെ ലീഡർ ആരാണ്? അതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ആൻസർ നോക്കാം. ആൻസർ ഓപ്ഷൻ എ രാമൻ നമ്പിയാണ്. അപ്പം ഈ ആന്റി കൊളോണിയൽ റിവോൾട്ട് ഓൾസോ ആണ് കുറിച്യ റിവോൾട്ട്, കുറിച്യ വിപ്ലവം എന്നും കൂടി അറിയപ്പെടുന്നു. ട്രൈബൽ ചീഫായിട്ടുള്ള രാമൻ നമ്പിയാണ് ഇത് നയിച്ചത്. എന്തിനാണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരുപാട് ഒപ്രസീവ് ആയിട്ടുള്ള പോളിസീസ് ഈ ട്രൈബിന്റെ, കുറിച്യ ട്രൈബിന്റെ മേലും കുറുമ ട്രൈബിന്റെ മേലും അടിച്ചേൽപ്പിക്കുകയുണ്ടായി. അതായത് ഭയങ്കരമായിട്ട് ടാക്സേഷൻ, അതുപോലെ അവരുടെ ലാൻഡുകളിൽ നിന്ന് അവരെ കുടിയൊഴിപ്പിക്കൽ, ഇതുപോലെയുള്ള ചൂഷണപരമായിട്ടുള്ള പല കാര്യങ്ങളും ഇവർക്കെതിരെ ചെയ്തു. അങ്ങനെ അവരതിനെതിരെ പ്രതിഷേധമായിട്ടാണ് കുറിച്യ റിവോൾട്ടുമായിട്ട് മുന്നോട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ തലക്കൽ ചന്തു വേറൊരു ഇമ്പോർട്ടന്റ് ലീഡറാണ്, കീ ലീഡറാണ്. അദ്ദേഹം ഇതിനു മുമ്പ് പഴശ്ശിരാജയുടെ കൂടെ നിന്ന് പോരാടിയ ഒരു മഹാനാണ്. അപ്പൊ ഇതിന്റെ സ്ലോഗൻ ഇമ്പോർട്ടന്റ് ആണ്. സ്ലോഗൻ വട്ടത്തൊപ്പിക്കാരെ നാടുകടത്തു, വട്ടത്തൊപ്പിക്കാരെ നാടുകടത്തു എന്നുള്ളതാണ് കുറിച്യ റിവോൾട്ടിന്റെ സ്ലോഗൻ. വർഷം ഒന്ന് ഓർത്തു വെക്കുക, 1812 വയനാടൻ കാടുകളിലാണ്. രാമൻ നമ്പിയാണ് നയിക്കുന്നത്. അടുത്ത ചോദ്യം, 1930കളിൽ സ്ത്രീകൾ കൂടുതലായി പങ്കെടുത്ത കേരളത്തിലെ രാഷ്ട്രീയ സംഭവങ്ങളുടെ പട്ടിക താഴെ കൊടുക്കുന്നു. അവയിൽ ശരിയായ പൊരുത്തം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ 1 ഗാന്ധിജിയുടെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം ടി.സി. കൊച്ചുകുട്ടിയമ്മ, ഓപ്ഷൻ 2 ചാലപ്പുറം ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥിനികളുടെ സമരം ജയലക്ഷ്മി, ഓപ്ഷൻ 3 ക്ഷേത്രപ്രവേശന പരിപാടി PM കമലാവതി. ഇതൊക്കെയും തന്നെ സ്ത്രീകൾ കൂടുതലായി പങ്കെടുത്ത പരിപാടികളാണ്. ഇതിനകത്ത് ഏതാണ് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തേക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നമുക്ക് ആൻസറിലേക്ക് പോകാം. ആൻസർ ഓപ്ഷൻ എ മുകളിൽ പറഞ്ഞവയെല്ലാമാണ്. ഇവരെല്ലാവരും കറക്റ്റ് ആയിട്ട് മാച്ച്ഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പൊ നമുക്ക് 2-3 വേറെ സ്ത്രീകൾ നയിച്ച സമരങ്ങളും കൂടി നമുക്ക് നോക്കാം. കരിവെള്ളൂർ സമരം. ഓക്കെ, കരിവെള്ളൂർ സമരം നയിച്ചത് കെ. ദേവയാനിയാണ്. അതുപോലെ മേച്ചിൽപ്പുല്ല് സമരം കണ്ടക്കൈ കുഞ്ഞാക്കമ്മയാണ് നയിക്കുന്നത്. തോൽവിറക് സമരം നയിച്ചത് കാർത്യായനിയാണ്. ഇവരുടെ പേരുകളൊന്ന് ഓർത്തിരിക്കുക. ഇവർ ഏത് സമരവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതും ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, അഭിനവ ഭാരത യുവക് സംഘം സ്ഥാപിച്ചത് ആര്? അഭിനവ ഭാരത യുവക് സംഘം സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻ എ EMS നമ്പൂതിരിപ്പാട്, ഓപ്ഷൻ ബി പി കൃഷ്ണൻപിള്ള, ഓപ്ഷൻ സി കെ ദാമോദരൻ, ഓപ്ഷൻ ഡി AV കുഞ്ഞമ്പു. ഇവരിൽ ആരാണ് അഭിനവ ഭാരത് യുവക് സംഘത്തിന്റെ ഫൗണ്ടർ? ആലോചിച്ച് ആൻസറിലേക്ക് വരിക. നമുക്ക് ആൻസറിലേക്ക് നോക്കിയാലോ.
ആൻസർ ഓപ്ഷൻ ഡി AV കുഞ്ഞമ്പു ആണ്. കരിവെള്ളൂർ സമരത്തിൽ 1946 നടന്ന കരിവെള്ളൂർ സമരത്തിൽ കർഷകരെ സംഘടിപ്പിച്ചു. ഇദ്ദേഹമാണ് അഭിനവ് ഭാരത് യുവക് സംഘ് സ്ഥാപിക്കുന്നത്. നമ്മൾ ഒരു കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞിരുന്നു അല്ലെ, കരിവെള്ളൂർ സമരം നയിച്ച കെ ദേവയാനിയെ കുറിച്ച്. അവര് ഇദ്ദേഹത്തിന്റെ വൈഫാണ്. ഓക്കെ, AV കുഞ്ഞമ്പുവിന്റെ ഭാര്യയാണ് ദേവയാനി. അതുപോലെ തിരുവിതാംകൂറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടിയ അദ്ദേഹം ജാതിയെ വെല്ലുവിളിച്ച കൊളോണിയൽ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നിരവധി തവണ ജയിലിൽ അടയ്ക്കപ്പെട്ട കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ പ്രസ്ഥാനങ്ങളിലെ ഒരു പ്രധാന വ്യക്തിയായിട്ട് മാറി. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് AV കുഞ്ഞമ്പു. അപ്പൊ അഭിനവ് ഭാരത് യുവക് സംഘം ഓർത്തിരിക്കുക. മലബാറിലെ പ്രസിദ്ധ സ്വാതന്ത്ര്യ സമര സേനാനി മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് ജനിച്ചത് എവിടെയാണെന്നുള്ളതാണ് ചോദ്യം. മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് ഇദ്ദേഹം എവിടെയാണ് ജനിച്ചത്? നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ A മഞ്ചേരി, ഓപ്ഷൻ B ചെറുപ്ലശ്ശേരി, ഓപ്ഷൻ C കൽപ്പാത്തി, ഓപ്ഷൻ D പയ്യന്നൂർ. ആൻസറിലേക്ക് നോക്കിയാലോ? ആൻസർ ഓപ്ഷൻ B ചെറുപ്ലശ്ശേരിയാണ്. മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് 1897 മുതൽ 1964 വരെ. ചെറുപ്ലശ്ശേരി എവിടെയാണ്? പാലക്കാടാണ്. ഓക്കെ, മലബാർ മേഖലയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഖിലാഫത്ത് കമ്മിറ്റിയുടെയും ഒരു പ്രമുഖ നേതാവായിരുന്നു ഇദ്ദേഹം. അതുപോലെ ഖിലാഫത്ത് ഓർമ്മകൾ ആരുടെ ആത്മകഥയാണ്? അല്ലെങ്കിൽ ഖിലാഫത്ത് സ്മരണകൾ ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. അപ്പൊ ഖിലാഫത്ത് എന്നുള്ള വാക്ക് വരുമ്പോൾ നമ്മൾ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടുമായിട്ട് ചിലപ്പോൾ അസോസിയേറ്റ് ചെയ്യില്ലായിരിക്കാം. പക്ഷെ അങ്ങനെയല്ല, ഖിലാഫത്ത് ഓർമ്മകൾ അല്ലെങ്കിൽ ഖിലാഫത്ത് സ്മരണകൾ എഴുതിയത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടാണ്. മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടാണ്. 1965 ഇദ്ദേഹം ഇത് പ്രസിദ്ധീകരിക്കുന്നത്. അതുപോലെ മലബാർ കലാപത്തെക്കുറിച്ചും ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥയെക്കുറിച്ചുള്ള വിവരങ്ങളുടെ ഒരു പ്രധാന ഉറവിടമാണ് ഖിലാഫത്ത് സ്മരണകൾ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നിങ്ങൾ സ്ലൈഡുകൾ വായിക്കുക കേട്ടോ, പോസ് ചെയ്ത് സ്ലൈഡുകൾ വായിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ബെനിഫിറ്റ് ചെയ്യത്തേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് ചരിത്രപരമായി തെറ്റ്? ശ്രദ്ധിക്കുക, ചരിത്രപരമായി തെറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ഓരോ പ്രസ്താവനകൾ വീതം വായിക്കാം. A. KP കേശവൻ മേനോൻ ഹോം റൂൾ ലീഗിന്റെ നേതാവായിരുന്നു. B. 1934 നടന്ന കേന്ദ്ര നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി മുഹമ്മദ് അബ്ദുറഹ്മാൻ വിജയിച്ചു. C. മന്നത്ത് കൃഷ്ണൻ നായരായിരുന്നു കുടിയാൻ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ നേതാവ്. D. 5ാമത് അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു JM സെൻഗുപ്ത. ഇതാണ് 4 പ്രസ്താവനകൾ. ഇതിനകത്ത് ഏതാണ് ചരിത്രപരമായി തെറ്റ് എന്നുള്ളതാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഫാക്ട്സ് അറിയാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് എലിമിനേഷൻ വഴി ഒന്നും ചെയ്യാൻ പറ്റില്ല. അഖില കേരള രാഷ്ട്രീയ സമ്മേളനം ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആണെന്ന് നമുക്ക് എടുക്കാം. അല്ലാതെ ഫാക്ട്സ് അറിയാതെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആൻസർ ഒന്ന് നോക്കിയാലോ? ആൻസർ ഓപ്ഷൻ B ആണ്. 1934 നടന്ന കേന്ദ്ര നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് വിജയിച്ചു എന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ്. പക്ഷേ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റുന്നത് അദ്ദേഹം മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയോട് യഥാർത്ഥത്തിൽ പരാജയപ്പെടുകയാണ് ചെയ്തത്. അദ്ദേഹം വിജയിച്ചില്ല, പരാജയപ്പെട്ടു. അതാണ് അതിനകത്ത് വരുന്ന ചരിത്രപരമായിട്ടുള്ള തെറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മാതൃഭൂമി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ. മാതൃഭൂമി ആരംഭിച്ച വർഷമേത്? A. 1921, B. 1922, C. 1923, D. 1924. അപ്പം നോക്കുക, അടുത്തടുത്തുള്ള വർഷങ്ങളായതുകൊണ്ട് ഗസ് വർക്ക് നടക്കാൻ സാധ്യത കുറവാണ്. മാതൃഭൂമി ഏത് വർഷമാണ് ആരംഭിച്ചത്? നമുക്ക് ആൻസറിലേക്ക് നോക്കിയാലോ? ആൻസർ ഓപ്ഷൻ C 1923 ആണ്. സ്ഥാപിച്ചത് KP കേശവമേനോനാണ്. അദ്ദേഹം 1923 മാർച്ച് 18 മാതൃഭൂമി ആരംഭിക്കുന്നത്. ഇത് ആദ്യം പ്രസിദ്ധീകരിച്ചിരുന്നത് ആഴ്ചയിൽ 3 തവണയാണ്. അങ്ങനെയാണ് പിന്നീടാണ് അതൊരു ദിനപത്രമായിട്ട് മാറുന്നത്. മാതൃഭൂമിയുടെ ആസ്ഥാനം എവിടെയാണ്? കോഴിക്കോടാണ്. ഓക്കെ, മാതൃഭൂമിയുടെ ആദ്യത്തെ മാനേജിംഗ് ഡയറക്ടർ ആയിരുന്നത് K. മാധവൻ നായരാണ്. മാതൃഭൂമി പത്രം എന്തുകൊണ്ടാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് സിഗ്നിഫിക്കന്റ് ആയിട്ട് വരുന്നത് ഇവിടെ? കാരണം
സാമൂഹിക പരിഷ്കാരങ്ങളും ദേശീയ താല്പര്യവും പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഒരു നീണ്ട ചരിത്രത്തിന്റെ തുടക്കമാണ് ഇതിന്റെ സ്ഥാപനം അടയാളപ്പെടുത്തുന്നത്. നമ്മുടെ നാഷണൽ മൂവ്മെന്റിന്റെ ഓരോ മൈൽ സ്റ്റോണും കവർ ചെയ്ത് അല്ലെങ്കിൽ അത് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്ത ഒരു പത്രമാണ് മാതൃഭൂമി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. The 5th All Kerala Political Conference at Badagara on May 5th, 1931 was presided by. ഒന്നുകൂടി വായിക്കാം. The 5th All Kerala Political Conference at Badagara was presided by. Options: A. J.M. Sengupta, B. K. Kelappan, C. R.V. Sharma, D. K. മാധവൻ നായർ. അപ്പൊ നമ്മൾ നേരത്തെ ഡീൽ ചെയ്തൊരു ക്വസ്റ്റ്യൻ എന്ന ഇതിന്റെ ആൻസർ ഉണ്ട്. അതായത് 5ാമത്തെ അഖില കേരള രാഷ്ട്രീയ സമ്മേളനം ഇത് വടകരയിലാണ് നടന്നത്. ആരാണ് അധ്യക്ഷനായിരുന്നത്? ആരാണ്? അതെ, ജെ.എം. സെൻഗുപ്തയാണ് അധ്യക്ഷനായിരുന്നത്. ഇതിനകത്ത് നടന്ന 2 മെയിൻ കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ, ഒന്ന് ക്ഷേത്രപ്രവേശന പ്രമേയം മുന്നോട്ട് വെക്കുന്നു, അതുപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് വഴിതെളിക്കുന്നത് ഈ ഒരു കോൺഫറൻസ് ആണ്. അപ്പൊ 31 നടന്ന ഈ പൊളിറ്റിക്കൽ കോൺഫറൻസിന് ചെയർമാൻ ആയിരുന്നത് ജെ.എം. സെൻഗുപ്തയാണ്. ക്ഷേത്രപ്രവേശന പ്രമേയം മുന്നോട്ട് വെക്കുന്നു, ഗുരുവായൂർ സത്യാഗ്രഹത്തിന് വഴിതെളിക്കുന്നു. പിന്നെയുള്ള അഖില കേരള സത്യാഗ്രഹങ്ങളാണിത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാത്രമേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. 1921 ആദ്യത്തേത് നടന്ന ഒറ്റപ്പാലം നമ്മൾ നോക്കിയായിരുന്നു. ടി പ്രകാശമാണ് അതിന്റെ അധ്യക്ഷത വഹിച്ചിരുന്നത്. പിന്നീട് 1923 പാൽഘട്ട് വെച്ച് നടക്കുന്നു. ഇമ്പോർട്ടന്റ് ആണ്, കാരണം ആരാണ് അധ്യക്ഷത വെച്ചത്? സരോജിനി നായിഡു ആണ്. പിന്നെ 26 പയ്യന്നൂർ വെച്ച് നടക്കുന്നു. അവിടെ ജവഹർലാൽ നെഹ്റു ആണ് അധ്യക്ഷനാവുന്നത്. പിന്നീട് 31 നടക്കുന്നു, അത് വടകരയിലാണ്. ഇതാണ് 5ാമത്തത്. ജെ.എം. സെൻഗുപ്തയാണ് അധ്യക്ഷനായിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട്. ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട് ഇതിനെക്കുറിച്ച് എന്തൊക്കെയാണ് ശരി എന്നാണ് ചോദിക്കുന്നത്. ഇവർ ക്വസ്റ്റ്യൻ മലയാളത്തിൽ കംപ്ലീറ്റ് ചെയ്യാറില്ല. ഓപ്ഷൻ 1 മലബാറിനെ കുറിച്ചുള്ള ആദ്യത്തെ കൊളോണിയൽ റിപ്പോർട്ടായിരുന്നു. 2 മാപ്പിള മുസ്ലിങ്ങൾക്കിടയിലെ കാർഷിക അശാന്തിയുടെ കാരണങ്ങൾ വിശദീകരിച്ചു. 3 1792-93 കൊണ്ടുവന്നത്. ഈ 3 സ്റ്റേറ്റ്മെന്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. മുകളിൽ പറഞ്ഞവയെല്ലാം 2, 3 എന്നിവ മാത്രം, 1, 2 എന്നിവ മാത്രം, 1, 3 എന്നിവ മാത്രം. അപ്പൊ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിനെ കുറിച്ച് അറിയാമെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. നമുക്ക് ആൻസറിലേക്ക് പോയാലോ? ആൻസർ ഓപ്ഷൻ ഡി 1, 3 മാത്രമാണ്. ഓക്കെ, അപ്പം ഇതിനകത്ത് 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള മാപ്പിള മുസ്ലിങ്ങൾക്കിടയിലെ കാർഷിക അശാന്തിയുടെ കാരണങ്ങൾ വിശദീകരിച്ചു, ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ ജോയിന്റ് കമ്മീഷണർ റിപ്പോർട്ട് നോക്കാം. ജൊനാഥൻ ടങ്കണും ചാൾസ് ബോരാമും ചേർന്നാണ് ഇവരാണ് ഈ ജോയിന്റ് കമ്മീഷണർ റിപ്പോർട്ട് കൊണ്ടുവരുന്നത്. അപ്പം ജോയിന്റ് കമ്മീഷണർമാർ മലബാറിനായി ഒരു പുതിയ ഭരണ സംവിധാനം വികസിപ്പിച്ചെടുത്തു. അതുമാത്രമല്ല കുരുമുളകൊഴികെ മറ്റെല്ലാ വസ്തുക്കളുടെയും വ്യാപാര സ്വാതന്ത്ര്യം അവർ പ്രഖ്യാപിച്ചു. അതായത് ഫ്രീ ട്രേഡ് ആണ്, എക്സെപ്റ്റ് ഫോർ പെപ്പർ. പെപ്പറിന് മാത്രം ഫ്രീ ട്രേഡ് ഇല്ല, അത് അവരുടെ കുത്തകയാണ്. പിന്നീട് 1792 അടിമക്കച്ചവടം നിരോധിച്ചുകൊണ്ട് ഒരു വിളംബരം പുറപ്പെടുവിച്ചു. പിന്നീട് 1793 മാർച്ച് 30 മലബാറിനെ വടക്കൻ, തെക്കൻ എന്നിങ്ങനെ 2 അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ്സ് ആയിട്ട് മാറ്റുന്നു. അതായത് മലബാറിനെ ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ, വടക്കൻ മലബാറിന്റെ ക്യാപിറ്റൽ തലശ്ശേരി, തെക്കൻ മലബാറിന്റെ ക്യാപിറ്റൽ ചെർപ്പളശ്ശേരി, നമ്മൾ നേരത്തെ വന്ന പാലക്കാടുള്ള ചെർപ്പളശ്ശേരി ആക്കി. 1793 മാർച്ച് 30 നടക്കുന്നത്. ഓക്കെ, മാപ്പിള മുസ്ലിങ്ങൾക്കിടയിലെ കാർഷിക അശാന്തി വരുന്നത് എപ്പോഴാണ്? ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനുള്ള ഒരു ക്ലൂ ഇതാണ്. അതായത് 1792-93 എന്ന കാലഘട്ടം കൊടുത്തിട്ടുണ്ട്. ആ ടൈമിലല്ല മാപ്പിള മുസ്ലിങ്ങൾക്കിടയിൽ കാർഷിക അശാന്തി വരുന്നത്. 1800s ലാസ്റ്റും അതുപോലെ 1900s ഫസ്റ്റ് ആ ഒരു ടൈമിലാണ് മാപ്പിള മുസ്ലിങ്ങൾക്കിടയിൽ കാർഷിക അശാന്തി വരുന്നത്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ്സ് തമ്മിൽ കോൺട്രാഡിക്റ്റിംഗ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് ഒരുവിധം ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 1923 പാൽഘട്ടിൽ നടന്ന 2ാം കേരള പ്രവിശ്യ സമ്മേളനം ഇതിനായി ഒരു പ്രമേയം പാസാക്കി. എ. ഭരണത്തിൽ ഇന്ത്യക്കാരുടെ തുല്യ പങ്കാളിത്തം. ബി. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള പരസ്പര യോജിപ്പുള്ള ബന്ധം. 3.
അമിതമായ കയറ്റുമതി തീരുവയുടെ അവസാനം. അതായത് നമ്മൾ പറഞ്ഞല്ലോ, രണ്ടാം കേരള പ്രവിശ്യ സമ്മേളനം നടക്കുന്നു, സരോജിനി നായിഡു ചെയർ ആവുന്നു. അപ്പൊ ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് പ്രമേയം പാസ്സാക്കിയത് എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഓപ്ഷൻ എ മുകളിൽ കൊടുത്തിരിക്കുന്നവ ഒന്നുമല്ല, ഓപ്ഷൻ ബി 1 മാത്രം, ഓപ്ഷൻ സി 2 മാത്രം, ഓപ്ഷൻ ഡി 3 മാത്രം. ഇതാണ് 3 ഓപ്ഷൻസ്. ഓക്കെ, അപ്പൊ വർഷം ഓർത്തു വെക്കുക. ഓക്കെ, 1923 നമുക്ക് ആൻസർ നോക്കാം. ഓക്കെ, ആൻസർ ഓപ്ഷൻ സി 2 മാത്രമാണ്. അതായത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള പരസ്പര യോജിപ്പുള്ള ബന്ധം, ഇതിനു വേണ്ടിയിട്ടാണ് പ്രമേയം പാസാക്കുന്നത്. അപ്പൊ 1923 സരോജിനി നായിഡുവിന്റെ അധ്യക്ഷതയിൽ നടന്ന രണ്ടാം കേരള പ്രവിശ്യ സമ്മേളനത്തിന് പാലക്കാട് ആതിഥേയത്വം വഹിച്ചു. അതുപോലെ മാപ്പിള കലാപാനന്തര ഐക്യത്തിലും സാമുദായിക ഐക്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരുന്നു ഇത്. മഹാത്മാഗാന്ധിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് TR കൃഷ്ണസ്വാമി അയ്യർ ശബരി ആശ്രമം സ്ഥാപിച്ചതും സാമൂഹിക പരിഷ്കരണത്തിനും തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനത്തിനും വേണ്ടിയായിരുന്നു. ഇതൊക്കെ ഈ ഒരു രണ്ടാമത്തെ കേരള പ്രവിശ്യ സമ്മേളനത്തിൽ നിന്ന് വന്ന ഔട്ട്കംസ് ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. കേരള മിത്രം വാസ് പബ്ലിഷ്ഡ് ഓൺ ദ ഇനീഷ്യേറ്റീവ് ഓഫ് സി കുഞ്ഞിരാമ മേനോൻ, ഹേമൻ ഗുണ്ടട്ട്, ദേവ്ജി ഭീംജി, TK മാധവൻ. കേരള മിത്രം ആരാണ് പബ്ലിഷ് ചെയ്തത്, അല്ലെങ്കിൽ ആദ്യ ഇനീഷ്യേറ്റീവിലാണ് പബ്ലിഷ് ചെയ്യപ്പെട്ടത്? നമുക്ക് ആൻസർ നോക്കിയാലോ. ആൻസർ ഓപ്ഷൻ സി ദേവ്ജി ഭീംജി ആണ്. കേരള മിത്രം 1881 കൊച്ചിയിൽ നിന്നാണ് പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത്. ഇത് ആദ്യകാല മലയാള പത്രങ്ങളിൽ ഒന്നായിരുന്നു. അപ്പം ദേവ്ജി ഭീംജി മലയാളിയല്ല, അദ്ദേഹം ഗുജറാത്തിൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ പിന്തുണയോടെയാണ് ഇത് ആരംഭിക്കുന്നത്. തുടക്കത്തിൽ മാസത്തിൽ 3 ആയിട്ടാണ് വന്നിരുന്നത്. ഓക്കെ, ഇത് ആധുനിക മലയാള പത്രങ്ങളുടെ ചരിത്രത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലാണ്. അത് മാത്രമല്ല, അന്ന് നിലനിന്നിരുന്ന പത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു മതനിരപേക്ഷമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് കേരള മിത്രത്തിനുണ്ടായിരുന്നത്. അടുത്ത ചോദ്യം. The 5th Malabar District Political Conference held on 28 April 1920 witnessed the split in the organization between moderate and extreme elements. Which among the following places was its venue? അതായത് 5ാമത്തെ മലബാർ ഡിസ്ട്രിക്ട് പൊളിറ്റിക്കൽ കോൺഫറൻസ്, ഇത് മോഡറേറ്റുകളും എക്സ്ട്രീമിസ്റ്റുകളും തമ്മിലുള്ള ഒരു സ്പ്ലിറ്റിന് കാരണമായി. അത് എവിടെയാണ് നടന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ ഒറ്റപ്പാലം, ഓപ്ഷൻ ബി വടകര, ഓപ്ഷൻ സി പയ്യന്നൂർ, ഓപ്ഷൻ ഡി മഞ്ചേരി. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഇതിനെ അഖില കേരള പ്രൊവിൻഷ്യൽ കോൺഫറൻസുമായിട്ട് കൺഫ്യൂസ് ആവരുത്. ഇത് മലബാർ ഡിസ്ട്രിക്ട് പൊളിറ്റിക്കൽ കോൺഫറൻസ് ആണ് ചോദിച്ചേക്കുന്നത്. ഇതൊരു 5 എണ്ണം ഉണ്ട്, അതും ഒരു 5 എണ്ണം ഉണ്ട്. അപ്പൊ ഇത് രണ്ടും ഡിഫറെന്റ് വെന്യൂസ് ആണ്, ഡിഫറെന്റ് ഇയർ ആണ്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ടാണ് മറ്റേത് വരുന്നത്, ഓൾ കേരള പ്രൊവിൻഷ്യൽ കോൺഫറൻസ് വരുന്നത്. അപ്പൊ ഇത് അതിന് മുമ്പ് നടന്ന കാര്യമാണ്. അപ്പം എവിടെയായിരുന്നു വെന്യൂ? ഓപ്ഷൻ ഡി മഞ്ചേരിയാണ്. ഓക്കെ, ഇത് പ്രിസൈഡ് ചെയ്തത് കസ്തൂരി രംഗ അയ്യങ്കാർ ആണ്. 1920 ഇത് കേരളത്തിന്റെ സൂരത് സ്പ്ലിറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം എന്താ, ഇന്ത്യയുടെ സൂരത് സ്പ്ലിറ്റിലാണ് എന്ത് മോഡറേറ്റ് എക്സ്ട്രീം ഫാക്ടേഴ്സ് രണ്ടായിട്ട് മാറിപ്പോകുന്നത് അല്ല. അതുപോലെ തന്നെയാണ് കേരളത്തിൽ മഞ്ചേരിയിൽ വെച്ച് നടന്ന 5ാമത്തെ മലബാർ ഡിസ്ട്രിക്ട് പൊളിറ്റിക്കൽ കോൺഫറൻസിൽ വെച്ചാണ് സ്പ്ലിറ്റ് നടക്കുന്നത്. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് നടന്നത്? ലാൻഡ് റിഫോംസ് ഡിമാൻഡ് ചെയ്തു. അതുപോലെ ആ സമയത്ത് 1919 വന്ന മോണ്ടേഗു ക്ലെംസ്ഫോർഡ് റിഫോംസ് ഉണ്ടല്ലേ, മോണ്ടേഗു ക്ലെംസ്ഫോർഡ് റിഫോംസ് വരുന്നുണ്ട്. അത് ഇൻഅഡിക്വേറ്റ് ആണ്, അത് പോരാ എന്ന് പറഞ്ഞ് ഇവരൊരു റെസൊല്യൂഷൻ ഒക്കെ പാസ് ചെയ്ത് അതിനെ റിജക്ട് ചെയ്യുന്നുണ്ട് ആ റിഫോംസിനെ. അതുപോലെ തന്നെ KP രാമൻ മേനോൻ ഒരു പൊളിറ്റിക്കൽ റെസൊല്യൂഷൻ കൊണ്ടുവരുന്നുണ്ട്. KP കേശവ മേനോനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു റെസൊല്യൂഷൻ മുന്നോട്ട് വരുന്നു. അതുപോലെ അപ്പൊ ആനി ബെസന്റ് ഈ ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്നു. അവരാണ് മോഡറേറ്റ്സിനെ നയിച്ചിരുന്നത്. അവര് വർക്ക്ഔട്ട് ചെയ്യണം. ഈ ഡിബേറ്റിന് ശേഷം ഇങ്ങനെ ഒരു ഡിബേറ്റ് നടക്കുന്നുണ്ട്. ഡിബേറ്റിന് ശേഷം ആനി ബെസന്റും അതുപോലെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന മോഡറേറ്റ്സും ദേ വർക്ക്ഡ് ഔട്ട് ആഫ്റ്റർ ദിസ് റെസൊല്യൂഷൻ വാസ് പാസ്ഡ്. ഓക്കെ, അപ്പൊ KP കേശവ മേനോൻ ഒരു എക്സ്ട്രീം എലിമെന്റ് ആയിരുന്നു. അതുപോലത്തെ ആനി ബെസന്റ് മോഡറേറ്റ് പാർട്ടിയിലുള്ളതുമായിരുന്നു. അപ്പം കേരളത്തിന്റെ സൂരത് സ്പ്ലിറ്റ് നടന്നത് മഞ്ചേരിയിൽ. അടുത്ത ക്വസ്റ്റ്യൻ.
Which statement regarding the 4th Provincial Conference of KPCC are true? അപ്പോൾ 4th Provincial Conference of KPCC എന്ന് ചോദിക്കുമ്പോൾ ഏതാണ് ചോദിക്കുന്നത്? ഓൾ കേരള പ്രൊവിൻഷ്യൽ കോൺഫറൻസിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഓക്കെ. 1. It anticipated the Purna Swaraj resolution adopted by Indian National Congress in its Lahore session of 1930. It passed a resolution demanding the formation of a separate Kerala province. 3. It was presided over by Sarojini Naidu. 4. It was held at Payyannur. അപ്പോൾ ഇതൊക്കെയാണ് 4 സ്റ്റേറ്റ്മെന്റ്സ്. ഇതിനകത്ത് ഏതാണ് ശരി എന്നാണ് ചോദിക്കുന്നത്. അപ്പം 4ാമത്തെ 4th പ്രൊവിൻഷ്യൽ കോൺഫറൻസ് പയ്യന്നൂരായിരുന്നു എന്ന് നമ്മൾ നോക്കിയിരുന്നു. പക്ഷെ സരോജിനി നായിഡു ആണോ അത് പ്രിസൈഡ് ചെയ്തത്? സരോജിനി നായിഡു എവിടെയുള്ളതാണ് പ്രിസൈഡ് ചെയ്തത്? അങ്ങ് പാലക്കാടുള്ളതാണ് സരോജിനി നായിഡു പ്രിസൈഡ് ചെയ്തത്. അപ്പം 3rd സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. 3rd സ്റ്റേറ്റ്മെന്റ് റോങ് ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടും. ഓപ്ഷൻ സി 1, 2 and 4 ആണ് ആൻസർ. ഓക്കെ. അപ്പം ഇത് 4th പ്രൊവിൻഷ്യൽ കോൺഫറൻസ് ആരാണ് പ്രിസൈഡ് ചെയ്തത്? ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ. സരോജിനി നായിഡു അല്ല. ഇത് ഈ ഒരു ടൈമില്, അതായത് ഈ ഒരു കോൺഫറൻസിൽ പൂർണ്ണ സ്വരാജ്, കേരള കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാസാക്കുന്നതിന് മുമ്പേ കേരളത്തിൽ പൂർണ്ണ സ്വരാജ് എന്നുള്ള പ്രമേയം പാസ്സായി കഴിഞ്ഞിരുന്നു. അതുപോലെ ഐക്യ കേരള മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്തു. പിന്നീട് 1930 നടന്ന സോൾട്ട് സത്യാഗ്രഹത്തിന് വഴിതെളിച്ചു. അപ്പൊ ഇതൊക്കെയാണ് ഈ കോൺഫറൻസിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഈസ് നോൺ ആസ് കേരള ഗാന്ധി? വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആരാണ് കേരള ഗാന്ധി? ഓപ്ഷൻ എ കെ കേളപ്പൻ, ഓപ്ഷൻ ബി കെ പി കേശവ മേനോൻ, ഓപ്ഷൻ സി വക്കം മൗലവി, ഓപ്ഷൻ ഡി കെ മാധവൻ. ആരാണ്? കെ കേളപ്പനാണ് അല്ലെ? അതെ, കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്. അദ്ദേഹം ജനിച്ചത് 1889 ഓഗസ്റ്റ് 24 അതുപോലെ തന്നെ ഉപ്പ് സത്യാഗ്രഹ ജാഥ കോഴിക്കോട് മുതൽ പയ്യന്നൂർ വരെ ഉപ്പ് സത്യാഗ്രഹ ജാഥ നയിച്ചത് ഇദ്ദേഹമാണ്. അതുപോലെ വൈക്കം സത്യാഗ്രഹം നയിച്ചു. NSS നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ ഇൻഡിവിജ്വൽ സത്യാഗ്രഹ മൂവ്മെന്റ് ഉണ്ട്, വ്യക്തിഗതമായിട്ട് സത്യാഗ്രഹം ഇരിക്കുന്ന ഒരു മൂവ്മെന്റ് ഉണ്ട്. അതിൽ കേരളത്തിൽ നിന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തത് ഇദ്ദേഹമാണ്. അതുപോലെ ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്തെ KPCC പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ കെ കേളപ്പനാണ്. ഓക്കെ. ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് KPCC പ്രസിഡന്റ് കെ കേളപ്പനാണ്. പിന്നീട് അദ്ദേഹം KPCCയിൽ നിന്നൊക്കെ മാറി വേറൊരു പാർട്ടിയിലേക്ക് മാറുന്നുണ്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചേരുംപടി ചേർക്കുകയാണ്. ലിസ്റ്റ് 1 എന്താ കൊടുത്തേക്കുന്നത് നോക്കാം. സാധുജന ദൂതൻ, ഹരിജൻ, മിതവാദി, അൽ ഇസ്ലാം. ലിസ്റ്റ് 2 എന്താണ്? KP വള്ളോൻ, C കൃഷ്ണൻ, വക്കം മൗലവി, പാമ്പാടി ജോൺ ജോസഫ്. ഇത് നോക്കുക. ഇത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് ആലോചിക്കുക. അൽ ഇസ്ലാം വക്കം മൗലവിയാണെന്ന് ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്റെ ഒരു ഇതാണ്, ഗസ്സാണ്, അല്ലെങ്കിൽ അസംഷൻ ആണത്. അൽ ഇസ്ലാം വക്കം മൗലവി എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 4C വരുന്ന 2 ഓപ്ഷൻസ് ആണുള്ളത്, എയും ബിയും. അത് കഴിഞ്ഞ് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. മിതവാദി കൃഷ്ണൻ എന്ന് കേട്ടിട്ടുണ്ടോ? C കൃഷ്ണൻ അറിയപ്പെടുന്നത് മിതവാദി കൃഷ്ണൻ എന്നാണ്. അപ്പൊ നമുക്ക് ആ ഒരു ഓപ്ഷൻ റെഡിയായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ ആൻസർ എ ആണ് ഉത്തരം എന്നുള്ളത് കിട്ടും. പക്ഷെ അത് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് ആൻസറിലേക്ക് വരാം. സാധുജന ദൂതൻ പാമ്പാടി ജോൺ ജോസഫ് ആണ്. അദ്ദേഹം 1919 ഇത് പ്രസിദ്ധീകരണം തുടങ്ങുന്നത്. ഇത് ദളിത് ക്രിസ്ത്യൻ സമുദായത്തിന്റെ ആവശ്യങ്ങൾക്കും ഉന്നമനത്തിനും വേണ്ടിയിട്ടാണ് ഇദ്ദേഹം പ്രവർത്തിച്ചത്, പാമ്പാടി ജോൺ ജോസഫ്. പിന്നീട് ഹരിജൻ 1936 KP വള്ളോന്റെയാണ്. ഇദ്ദേഹം പുലയ സമുദായത്തിന്റെ നേതാവും സാമൂഹിക പരിഷ്കർത്താവുമാണ്. മിതവാദി C കൃഷ്ണൻ, ഇദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ മിതവാദി കൃഷ്ണൻ എന്നാണ്. പിന്നീട് വക്കം മൗലവി അൽ ഇസ്ലാം, വർഷം 1918 ആണ്. ഓക്കെ. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ക്വസ്റ്റ്യൻസ് ഇവിടെ തീരെയാണ്.